പ്രിയമുള്ളവരെ, നമ്മളറിയുന്ന ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ചില നഗരങ്ങളുണ്ട്. ഒരിക്കൽ ആയിരക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരുന്ന മഹാനഗരങ്ങൾ. 20,000-ഓളം ആളുകൾ ജീവിച്ചിരുന്ന സമ്പന്ന പട്ടണമായിരുന്നു ഇറ്റലിയിലെ ബോംബെ നഗരം. പുരാതന റോമാ സാമ്രാജ്യത്തിലെ പ്രതാപ നഗരമായിരുന്നു ബോംബെ. ഗുഹാസമുച്ചയങ്ങൾ, ജലവിതരണ സമ്പ്രദായം, ആഡംബരശാലകൾ ഉൾപ്പെടെ 170 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് ബോംബെയുടെ പുരാതന കാഴ്ചകൾ. ഏറ്റവും ആധുനികമായ നഗരവും ജീവിതവുമായിരുന്നു ബോംബെയുടേത്. വിസൂവിയസ് എന്ന പർവ്വതത്തിൻ്റെ ഹൃദയം പൊട്ടിത്തെറിച്ചപ്പോൾ മനുഷ്യൻ ജീവന് വേണ്ടി നെട്ടോട്ടമോടി. ഒരു മഹാനഗരം നിമിഷങ്ങൾക്കുള്ളിൽ ചാരമായി മാറി. പർവ്വതത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലുണ്ടായിരുന്ന നഗരത്തെ അഗ്നിപർവ്വതം ലാവ കൊണ്ട് മൂടി. വീടുകളുടെ മുകളിലേക്കായിരുന്നു അത് പതിച്ചത്. പലരും ശ്വാസം മുട്ടിയും വീടുകളിൽ അകപ്പെട്ടും മരിച്ചു. AD 79 ദുരന്തം സംഭവിച്ച നൂറ്റാണ്ടുകൾക്ക് ശേഷം 1748 ഈ പുരാതന നഗരം ഖനനത്തിൽ കണ്ടെത്തുന്നതുവരെ അഗ്നിപർവ്വത സ്ഫോടനത്താൽ ചാരം മൂടിയ മൃതശരീരങ്ങൾ ജീർണിച്ചിരുന്നില്ല. മരണവെപ്രാളത്തിൽ പൊളിയുന്നവർ, കൈക്കുഞ്ഞിനെ മാറോട് ചേർത്തവർ, മരണവേളയിൽ പ്രാർത്ഥനയിൽ മുഴുകിയവർ എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പൊതിഞ്ഞ് രൂപഭേദങ്ങൾ ഏതുമില്ലാതെ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു മഹാനഗരം, ചിരിയും സംഗീതവും ആഘോഷവുമായിരുന്നു അവിടെ. പക്ഷേ അവിടം കത്തുന്ന ചാരക്കൂനകളും കല്ലായി മാറിയ ശരീരങ്ങളുമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. അവസാന നിമിഷം അവർ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ആ ചാരക്കൂമ്പാരത്തിനുള്ളിൽ നൂറ്റാണ്ടുകളോളം ജീവനറ്റ് കിടന്നു. കുട്ടികളെ മാറോട് ചേർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അമ്മമാരുടെ ചാരത്തിൽ നിന്നും പുറത്തെടുത്ത രൂപം കണ്ട് പുരാവസ്തു ഗവേഷകർ പറഞ്ഞു, അവർ മരിച്ചിട്ടില്ല. മരണവെപ്രാളത്തിനിടയിലും മക്കളെ രക്ഷിക്കാൻ ശ്രമിച്ച അമ്മയായി അവർ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്.